അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് എത്തിയൊക്കെ നോക്കണ്ട നമ്മൾ വലിയ ഒരു സുഖാണ്. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഹലോ, ജോർജ് സാർ ഹിയർ. ആഫ്റ്റർ എ ലോങ് അല്ലല്ലേ, ലോങ് ആണോ? അല്ല, ഇന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലേ. കുറേ ആയി എടുത്തിട്ടെന്ന് തോന്നുന്നു ഇതുപോലെ ബ്ലോഗ്. അതുകൊണ്ടുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്ന് തോന്നുന്നു. അതാണ് പോയിന്റ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മാനേജ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇറ്റാലിയൻ ബെയറിലെ വൈറൽ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനാണ്. ഞാൻ പല സ്ഥലത്തുനിന്നും ഇവള് പറയണത് ചവർ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ച് നിന്റെ നാവിൻ്റെ മറ്റേ ആ ഒരു ഇതൊക്കെ പോയി എന്നാണ് ഇവള് പറയണത്. കാരണം ഞാൻ എന്താ പറയണ്ടേ, കഫെനേറോ, പെൻസിൽസ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ കുടിക്കുന്നത്. ഗ്രെക്സ് ഇതുപോലെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് രാവിലെ പണിക്ക് പോകുമ്പോൾ എന്താ പറയണ്ടേ, എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ വേറെ സ്ഥലത്ത് പോകണം, പിന്നെ സ്നാക്സ് കഴിക്കാൻ വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെ കഴിക്കാൻ എനിക്ക് പാടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കും, എവിടെയാണോ എല്ലാം കിട്ടുന്നത് അവിടെ പോയി കഴിക്കും. പക്ഷെ അതിൽ സത്യസന്ധമായി പറഞ്ഞാൽ അത്ര വലിയ രസമൊന്നുമില്ല. കാരണം നമ്മൾ ഇന്നാള് ബർമിംഗാം പോയപ്പോൾ അവിടെ ലിൻഡ് തിന്നല്ലേ, ലിൻഡ് ബർമിംഗാം പോയപ്പോഴല്ല ശരിക്കും. ഞാൻ അതിന് മുന്നേ ഇവിടുന്ന് പറയാറുണ്ട് എനിക്ക് ലിൻഡിന്റെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കണം അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ. അപ്പൊ വാങ്ങിച്ചു തന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ബർമിംഗാം വരെ പോയിട്ട് അവിടുന്ന് ചോദിക്കുക, എന്നാ അവിടുന്നില്ലേ, ഇവിടുന്ന് പറഞ്ഞല്ലേ അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാന്നല്ല, അവിടുന്ന് എല്ലാരും വാങ്ങി കുടിക്കുമ്പോ എന്നോട് ചോദിക്കാം. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുമ്പോ എന്റെ മൈൻഡിലാവും പല പൊടിയിട്ടുള്ള സംഭവമാണ്. എനിക്ക് അറിയില്ല. അപ്പൊ ഹോട്ട് ചോക്ലേറ്റ് പിന്നല്ലേ എന്റെ സാധാരണ കുടിക്കണല്ലേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അവിടുന്ന് ഒരു നല്ല കട്ടിയുള്ളൊരു സാധനം, നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇപ്പൊ പോണത് വിച്ചുവിന്റെ ഒരു ടേസ്റ്റ് ബഡിന് പറ്റിയൊരു സാധനം കഴിച്ചു നോക്കാനല്ല നമ്മൾ പോണേ. ഇവളാണ് അങ്ങനെ സ്വീറ്റ് ഭയങ്കര എന്താ പറയണ്ടേ, അവർക്ക് അങ്ങനെ. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പൈസിയോടാണ് താല്പര്യം. നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ്, എന്നാലും ആ ഒരു ടൈപ്പുള്ള ഫുഡ്. എനിക്ക് സ്വീറ്റ് ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. പിന്നെ എനിക്ക് പുളി എനിക്ക് തട്ടിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ സോറ് ഭയങ്കര ഇഷ്ടമാണ്. പുളിയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതിനേക്കാളും കൂടുതൽ എനിക്ക് സ്വീറ്റും ഇഷ്ടമാണ്. പക്ഷെ സ്വീറ്റ് എനിക്ക് ക്രേവ് ചെയ്യുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. സോറ് എപ്പോൾ തന്നാലും കഴിക്കും. പുളി എനിക്ക് എന്തും ഇഷ്ടം. പുളി മിഠായി, പുളി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ സ്വീറ്റ് ക്രേവ് ചെയ്യണം. ഞാൻ പണ്ട് നല്ല രീതിയിൽ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അല്ല, നീ പൊതുവേ ഇപ്പൊ ഞാൻ പറയാറുണ്ട് എനിക്ക് നാട്ടിലെ മഞ്ഞ ലഡു തിന്നാൻ തോന്നുന്നു. പക്ഷെ അവന് തോന്നാറില്ല. അവനത് എനിക്ക് തോന്നുന്നു അവനത് കാണണമെന്ന് തോന്നുന്നു. താഴെപ്പോയി അല്ല. അപ്പോൾ അങ്ങനെ അത്ര വലിയ സ്വീറ്റ് ടൂത്ത് അല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ പോകണം. അതും ഇവിടെ ഭയങ്കര ഫേമസ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷത്തിന് മേലെ അല്ലേ, അല്ല 1 വർഷത്തിന് മേലെ, 2 വർഷത്തിന് മേലെ ഞാനിവിടെ വന്നിട്ട്. ഞാനിപ്പോൾ തിരിച്ചു പോകാൻ എനിക്ക് കുറച്ച് ദിവസം കൂടി. ഞാനൊരു ബ്രേക്ക് എടുക്കാൻ പോകണം. ഒരു ലണ്ടൻ യൂറോപ്യൻ ലൈഫിൽ നിന്ന് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കാൻ പോകും അല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രേക്ക്. അപ്പം ഞാൻ അതിന് മുന്നേ എനിക്ക് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞൊരു സാധനമാണ് എന്ത്, ലണ്ടൻ വൈറൽ ഹോട്ട് ചോക്ലേറ്റ്. ഭയങ്കര വൈറലാട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു കാണും. ഇങ്ങനെ ഒരു കപ്പിനകത്ത് 3 ഷെയ്ഡുള്ള എന്ന് വെച്ചാൽ 3 ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഇട്ട് തരും. മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് തരും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ. എല്ലാവരും അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് കഴിക്കുമോ, ഇത് ഭയങ്കര മടുത്തു പോകുമെന്ന്. പക്ഷെ ഒരു ഫാന്റസിയുടെ പുറത്ത് പോയി ട്രൈ ചെയ്യാണ്. ഫാന്റസിയുടെ പുറത്ത് കളയാൻ വേണ്ടി പോവാണെന്ന് അല്ല, ഞാൻ എന്തായാലും കുടിക്കാം. എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫുള്ള് കുടിക്കും. പക്ഷെ ചോക്ലേറ്റ് കേക്കും ഹോട്ട് ചോക്ലേറ്റും കൂടെ കുടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ല, പക്ഷെ എനിക്ക് ചോക്ലേറ്റ് കേക്കിന്റെയും കുറച്ച് വേണം. ഞാൻ മുഴുവൻ വേണം പറയുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് ഹോട്ട് ചോക്ലേറ്റും ചോക്ലേറ്റ് കേക്കും വേണം. അതിലെ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ മുഴുവൻ കുടിക്കും, ഉറപ്പ്.
പിന്നെ ഇത് എവിടെയുള്ളതെന്നറിയോ? സോഹോ, ലണ്ടനിലെ സോഹോയില് ഏതോ ഒരു കോർണർ അല്ലേ? കോർണർ ഒന്നല്ല, സോഹോയിലാണുള്ളത്. ഇറ്റാലിയൻ ബെയർ എന്നാണ് പേര്, ഷോപ്പിന്റെ പേര്. കൊറേ ഞാൻ വിചാരിക്കണം, കൊറേ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് റീൽ, ഒന്നും നോക്കും ലൈക്ക് ചെയ്യും കൊണ്ടുപോകില്ല. പിന്നെ ഇപ്പൊ നമ്മളെ വീട്ടില് വേറൊരു കൊച്ചു പോയി ട്രൈ ചെയ്തു. നിമ്മി നിമ്മി അവളെ ചാച്ചന്റെയും ചേച്ചിയുടെയും കൂടെ ഒക്കെ പോയിട്ട് ട്രൈ ചെയ്തു. അതുകൊണ്ടൊന്നല്ല കേട്ടോ, അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ കൊറേ ആയി പറയണു കൊണ്ടുപോകണം. അപ്പൊ ഇപ്പൊ ഞാൻ പോകാനും കൂടെ ആയപ്പോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യില്ല. ഇവൻ പിന്നെ നല്ല വലിയ പൈസക്കാരനായാലും ഞാൻ ഇനി പറയണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ പോകാനായോണ്ട് ഞാൻ നിർബന്ധം പറഞ്ഞാണ് കുടിക്കണം. അപ്പൊ നമ്മള് അവിടെ പോയി, ഇപ്പൊ നമ്മള് എലിസബത്തിലാണുള്ളത്. നമ്മള് കൊറേ ആയില്ല കേട്ടോ. നമ്മള് ഇൽഫോർഡ് നിൽക്കുമ്പോൾ എപ്പോഴും എലിസബത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ 5:30 എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ഞാനിവന്റെ കൂടെ ഇറങ്ങണേ, അതാലോചിക്കണേ. അപ്പൊ 5:30 ഇറങ്ങി എലിസബത്ത് എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ അതാണ്, ഇൽഫോർഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു പീരീഡ് അല്ലേ? അതാണ് ഓർമ്മ. എന്റെ എലിസബത്തിലെ ഓർമ്മ വന്നിട്ട് എന്താണെന്നറിയോ, രാവിലെ 5 മണിക്ക് കയറുന്നൊക്കെ പറഞ്ഞ ശരിയാ. ട്രെയിൻ കയറി 1.5 hour എത്തണം നമ്മൾ തിരിച്ച് ഇവിടെ ഈലിംഗ് എത്താൻ. അപ്പൊ ഈ 1.5 hour രാവിലെ കയറിയാൽ ഇങ്ങനെ കടന്നുറങ്ങും, ഇങ്ങനെ ഉറങ്ങും. തിരിച്ചു വരുമ്പോഴും കയറി കഴിഞ്ഞാൽ ഉറങ്ങും. ഇതാണ് ഏറ്റവും ട്രെയിൻ കണ്ട അപ്പൊ ഉറങ്ങുന്നേ. ഞാനല്ല, ട്രെയിൻ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഇവൻ ട്രെയിന് നല്ല ഇവൻ ഉറക്കം വന്നവൻ എവിടെയാണെങ്കിലും എലിസബത്തിന്റെ ആംബിയൻസ് വേറെ തന്നെ ഒരു മൂടാണ്. അപ്പൊ ഉറക്കം വരും. This is an Elizabeth line service to Abbey Wood via Canary Wharf. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ആംബിയൻസ് ആണ്. ഈ വാം ലൈറ്റും ഇവിടെ ഇരുന്ന അപ്പം ഉറക്കം വരും എനിക്ക്. സത്യം അതല്ല, എനിക്ക് ഇതിന്റെ എലിസബത്തിന്റെ ഒരു വൈബ് വേറെ തന്നെ. പക്ഷെ ഞാൻ മറ്റെങ്ങനെ വെച്ച് നമ്മൾ എന്താ പറയണ്ടേ, സാധാരണ സെൻട്രലും ഡിസ്ട്രിക്റ്റ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ നല്ല ഫാർ ബെറ്റർ, നല്ല സുഖമാണ് പോകാൻ വേണ്ടി. ശരിയാ. ബാക്കി ട്രെയിൻസിൽ ചെവിക്ക് പ്രശ്നം വരാറുണ്ട്. എനിക്ക് മെയിൻലി സെൻട്രൽ ലൈനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ചെവിക്ക് ഭയങ്കര പ്രശ്നം പ്രഷർ മാറുമ്പോഴുള്ള പ്രശ്നം വരാറുണ്ട്. പിന്നെ സെക്കൻഡ്ലി ഡിസ്ട്രിക്ട് ലൈനിൽ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. പക്ഷേ എലിസബത്ത് വെച്ചിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സുഖമാണ് ഇരുന്ന് പോകാൻ, നല്ല രസമാണ്. ആൾക്കാർ കൂട്ടി തുടങ്ങി, എല്ലാവരും നമ്മളത് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആദ്യം ആളുണ്ടായില്ല, ഇപ്പം ആളൊക്കെ വന്നു. അപ്പോൾ കുറച്ച് ക്രൗഡഡ് ആയി. എത്തിയൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ വലിയ വ്ളോഗേഴ്സ് ആണെന്നാണ് വിചാരം. ഞങ്ങളുടെ വിചാരം വലിയ വ്ളോഗേഴ്സാ. നമ്മളിപ്പോൾ ഇനിയപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി. അതെ, ഞങ്ങളിനി എത്തിയിട്ട് കാണിച്ചു. ബൈ. എനിക്ക് ജന്മത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. കാരണം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പം വിളിക്കും ഒരുത്തൻ. ഇടം വല പോലും സമ്മതിക്കില്ല എന്നെ. കക്കൂസിൽ പോയാൽ അവിടെയും വരും. ഇതാണ് വിച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ എന്റെയും ലൈഫിന്റെ ഒരു പാർട്ടാണ്. ദിസ് ഇസ് കോൾഡ് അഫ്സൽ. സേ ഹായ്. അച്ചൽ എന്ന് പറയും ഞങ്ങള്. അപ്പോ നമ്മള് ഈലിംഗ് ബ്രോഡ്വേന്ന് ട്രെയിൻ കയറി. എന്താ പറയാ, നമ്മൾ നേരെ ഇറങ്ങിയത് കാനറി വാഫില്. ട്രെയിൻ ഇവിടെ നിർത്തിയില്ലെന്നേ, ഒരൊറ്റ പോക്ക്. ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. കാനറി വാഫ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് ഡിമോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുക ഇവിടെ. നാളെ എന്റെ യൂട്യൂബിൽ പണം വരുമ്പോ ഇവ കടം ചോദിക്കും. കൊടുക്കില്ല. എന്റെ യൂട്യൂബിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ ഞാൻ കൊടുക്കില്ല. ഇപ്പോഴേ പ്രാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടനം കോട്ടിൽ ഇറങ്ങി നടക്കുകയാണ്. ഇവിടുന്ന് എത്ര 4-5 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ടേക്ക്. തണുപ്പുണ്ട്. ഞാൻ നല്ല ലൈറ്റ് ജാക്കറ്റ് ഇട്ടത്, അതുകൊണ്ട് ചെറുതായിട്ട് തണുപ്പടിക്കുന്നുണ്ട്.
അച്ഛനെ കാണിച്ചു കൊടുക്കണം വരുമെന്ന് കട്ടാക്കിയവൻ. മേലേക്ക് നോക്ക്, എന്നെ നോക്കിക്കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മേലേക്കൊക്കെ നോക്ക്. മേലെ കൊറേ ബലൂൺസ് കാണുന്നില്ലേ? ചൈനയിലെ വലിയൊരു എന്താ പറയണ്ടേ ഭരണാധികാരിയുടെ ഒരു ഇതാണ്. എന്താ അതോ? എന്തായിരുന്നു? കുങ് ഹേ ഫാറ്റ് കുങ് ഹേ ഫാറ്റ് ചോയ്. Just taking the money of it. വാ, എന്റെ കൂടെ വാ. അങ്ങനെ വിശന്ന് വലഞ്ഞ് ചൈന ടൗണിൻ്റെ തെരുവിലൂടെ ഇങ്ങനെ നാട്ടിൽ നിന്നിരിക്കുമ്പോഴാണ് ബൺസിക്ക് കണ്ടത്. കുഴപ്പമില്ല, ഒരു ചെറിയൊരു ഒതുങ്ങിയൊരു കട, നല്ല തിരക്കുമുണ്ട്. വിശപ്പാണെങ്കിൽ ആ പീക്കിലെത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിചാരിച്ചു ഇനി ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനുള്ള ക്ഷമ എനിക്കില്ലാണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഉള്ളിൽ കയറി, കുഴപ്പമില്ല, നല്ല കട, ലോഗൊക്കെ കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഭംഗി. അവരവകാശപ്പെടുന്നത് നമ്പർ 1 കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെയാണ് പറയണത്. കുഴപ്പമില്ല, തിരക്കേടില്ലാത്ത ഫുഡും കൂടി ആയിരുന്നു. ഇവർക്കിവിടെ 7 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ലെസ്റ്റർ സ്ക്വയർ, എംപാക്മെൻറ്റ്, കാംപ്ടൺ, മാഞ്ചസ്റ്റർ, വെസ്റ്റ്ഫീൽഡ്, സ്ട്രാറ്റ്ഫോർഡ്, ഏൾ സ്ക്വയർ ആൻഡ് ചൈന ടൗൺ. പിന്നെ ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് കോൺഡോഗ് എന്ന് പറഞ്ഞ സംഭവമാണ്. കോൺഡോഗ് ഉണ്ട്, ടുപോക്കി, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ, കിംപാപ്പ്, അങ്ങനെ നമ്മൾ കേൾക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. ഞാൻ കേൾക്കാത്ത കേട്ടോ. എല്ലാവരും അധികം എടുക്കുന്നത് കോൺഡോഗാണ്, ഒരു ഹോട്ട് ഡോഗ് പോലത്തെ ഒരു സാധനം. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒന്നാമത് ഈ ഹോട്ട് ഡോഗിനോട് വലിയ താല്പര്യമില്ല. എന്നിട്ട് ഞാനത് ഓർഡർ ചെയ്യാനൊന്നുമില്ല. ഞാൻ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു, കഴിച്ചു. നല്ല അടിപൊളി സാധനം. അവരുടെ ഒരു സ്പെഷ്യൽ സോസും കൂടി ഉണ്ടായിരുന്നു. അതും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അത് നല്ല ഫില്ലിങ്ങും ആയിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കോൺഡോഗ് എടുക്കായിരുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, വയറ് നിറഞ്ഞുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല.
അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ഇറ്റാലിയൻ ബാർ ചോക്ലേറ്റ് അവിടെ എത്തിയിരിക്കുന്നു. നല്ല ഒടുക്കത്തെ ആംബിയൻസ്, ചോക്ലേറ്റ് കൊണ്ടുള്ള പലതരം സംഭവങ്ങൾ, പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ചോക്ലേറ്റ് മോൾഡ് കൊണ്ടുള്ള കുറേ ഡിസൈൻസ് കാര്യങ്ങൾ, പിന്നെ അത് ചോക്ലേറ്റ് മോൾഡ് ഉണ്ടാക്കണ എന്തൊക്കെയോ എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിട്ടാണത് ആ ഷോപ്പ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ വേറൊരാളുടെ ഒരു വ്ളോഗ് കണ്ടപ്പോഴാണ് ഇവിടെ പോകണം, ട്രൈ ചെയ്യണം, വ്ളോഗ് എടുക്കണം എന്നൊക്കെ തോന്നിയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അവർ 1.5 മണിക്കൂർ എങ്ങാണ്ട് കാത്തിരുന്നിട്ടാണ് ഉള്ളിൽ കയറാൻ പറ്റിയെന്നൊക്കെ. അപ്പം നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചു, എന്നാലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കാത്തിരിക്കേണ്ടിരുന്നു പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു 15 മിനിറ്റിൽ നമ്മൾ ഉള്ളിൽ കയറി. നമ്മുടെ ബാക്കിൽ നിന്ന ആൾക്കാരൊക്കെ അധികം ടേക്ക് അവേ ആയിരുന്നു, അവർക്ക് ഉള്ളിൽ കയറി കുടിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആ ചോക്ലേറ്റിൻ്റെ മണം ഇങ്ങനെ അടിച്ച് കയറും. പേസ്ട്രീസ് അവിടെയുള്ള വേറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നാവിൽ ഒബ്വിയസായിട്ടും വെള്ളം ഇങ്ങനെ ഉറ്റും. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടാൽ ഇതൊക്കെ കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം, അത് കാണുമ്പോൾ അറിയാം, ഓ ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഭവമല്ല, ഇത് വേറെ പരിപാടിയാണ്. ഇനി ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു 10 വർഷത്തോളമായി ഇവിടെ തുടങ്ങിയിട്ട്. 2015 ഈ ട്രിപ്പിൾ ചോക്ലേറ്റ് കോൺസെപ്റ്റ് ഇവർ തുടങ്ങിയത്. മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, അത് 3ഉം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സംഭവം. പിന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ഇൻ ലണ്ടൻ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെ സർവീസാണ്. നല്ല സർവീസാട്ടോ, എടുത്ത് പറയണമല്ലോ. കാരണം ഇത്രയും തിരക്കുണ്ടായിട്ടും അവിടെ 3-4 സ്റ്റാഫ് എങ്ങനെ ഉള്ളൂ, എന്നിട്ട് അവർ നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ആ സേവ് ചെയ്ത കൊച്ചിനോട് ഭയങ്കര കത്തിയുടെയായിരുന്നു ദീപു. കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞ, നമ്പറും വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തടഞ്ഞുകൊണ്ട് അവൾ വാങ്ങിയില്ല. നമ്മളിവിടെ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ മാത്രമല്ല മുടി കഴുകാനും കൂടി കൊണ്ടുവന്നു. ഞാൻ മുടി ഡിപ്പ് ചെയ്തു കുറച്ച് തിങ്ങാൻ വേണ്ടിട്ട്. മുടി ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ടിഷ്യൂ ഇട്ട് തുടക്കണേ. ശരാശരി മനുഷ്യനെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടെ കഴിച്ചാലോ, കാരണം ഇത് കളയുമ്പോൾ ഒരു സങ്കടമുണ്ട്. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് പയ്യെ നമ്മൾ ഇറങ്ങി. നല്ല മത്ത് പിടിച്ച് കറങ്ങി നടക്കുകയായിരുന്നു രണ്ടാളും. എനിക്ക് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ദീപു ആണെങ്കിൽ രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചില്ല ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. പിന്നെ ആകെ കഴിച്ച് ബൺസിക്കുന്ന 1-2 പീസ് ചിക്കനാണ്. അതുകൊണ്ട് അവൾക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ കിക്ക് കയറി ഇങ്ങനെ നടക്കായിരുന്നു അവൾ. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരാളെ കൊണ്ട് ഫുള്ള് കുടിക്കാൻ പറ്റുമോ ഇല്ലോ എന്നറിയില്ല, സ്മോൾ വാങ്ങിയാലും. പക്ഷേ കുടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും ദീപവും കൂടി ഒരു റെഗുലറാണ് വാങ്ങിയത്. എനിക്ക് 2 സ്പൂൺ എടുത്തപ്പോൾ തന്നെ ഞാൻ ഓക്കെ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, നിർത്തി ഞാൻ. ദീപു പിന്നെയും കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലണ്ടൻ നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് നമ്മൾ പയ്യെ ഇറങ്ങി. ഈ വീഡിയോ എങ്കിലും ഇടണമെന്നുണ്ട്, ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെങ്കിലും ഇട്ടുന്ന പ്രതീക്ഷയോടെ നമ്മൾ വിട വാങ്ങുകയാണ്. ബൈ.